ഇന്ന് നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ബീഫ് ദം ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. അതപ്പോൾ ഒന്ന് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത്. ഗ്യാസ് തീർന്നുപോയി. ബിരിയാണിയൊക്കെ നമ്മൾ വിറകടുപ്പിൽ വെച്ച് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാലും കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ഗ്യാസിലല്ലേ വെച്ച് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഗ്യാസൊക്കെ തീർന്ന് പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിറകടുപ്പിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തന്നെ ആട്ടോ വെക്കുന്നത്, കുറേ ഒന്നും വെക്കുന്നില്ല. പിന്നെ നമ്മൾ ദം ബിരിയാണി വിറകടുപ്പിൽ വെച്ചൊക്കെ ദം ചെയ്തെടുത്ത് കുറേ സമയം കണലൊക്കെ അതിൻ്റെ മേലെ ഇട്ട് അത് പാകമായി സെറ്റായിട്ട് വന്ന് നമ്മൾ ആ ബിരിയാണി തുറക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മണവും ടേസ്റ്റും അതൊക്കെ വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. വെളുത്തുള്ളി തൊലി കളയാണ്ടാണ് കേട്ടോ. അതിനാ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് മേൽഭാഗം അടിവശത്തുള്ള അതിൻ്റെ മൂട് ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം തൊലി കളയുന്നില്ല, അതുപോലെയാണ് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ബിരിയാണിക്കൊക്കെ ഇപ്പോൾ അധികം ആരും അങ്ങനെ തൊലിയൊന്നും കളയില്ല. അതിൻ്റെ രണ്ട് വശവും മൂട് ഭാഗവും അടിഭാഗവും കളഞ്ഞതിന് ശേഷം തൊലിയോട് കൂടി നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സവാള വേണം. അപ്പോൾ ഞാനിതിലേക്കൊരു 3 സവാള എടുത്തിട്ട് 4 സവാള ആ മസാലയിലേക്കുള്ള. അപ്പോൾ മസാല ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഒറ്റ വിസിൽ നമുക്ക് മസാല നല്ല കുഴഞ്ഞ രൂപത്തിലായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഗ്യാസില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒറ്റ വിസിൽ തന്നെ ഞാൻ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വാട്ടിയെടുക്കൽ മസാല റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സവാളയും പച്ചമുളക് ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും തക്കാളി കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒറ്റ വിസിലിന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ സവാള ഇതുപോലെ 4 പീസാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ടൊന്നുമല്ല അരിഞ്ഞെടുക്കുക, സാധാരണ അരിയുന്നത് പോലെ തന്നെയാണ്. നമ്മൾ കുക്കറിൽ വിസിലടിച്ച് എടുക്കുകയല്ല, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കുഴഞ്ഞ് നല്ല മസാലയിലേക്ക് ആവശ്യമായിട്ട് നല്ല കുഴഞ്ഞ രൂപത്തിലുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി വേണം. അപ്പോൾ ഞാൻ 4 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി ബീഫ് ഒന്ന് കഴുകിയെടുക്കാം. 1 കിലോ ബീഫാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വലിയ പീസാക്കിയിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്. കുഞ്ഞതായിട്ടുള്ള അത്ര ചെറുതല്ല, എന്നാലൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ പീസായിട്ട് എനിക്ക് ഇഷ്ടമല്ല, എന്താ അറിയില്ല. അപ്പോൾ അത് ഞാൻ ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ടിത് ഒരു 3-4 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകി ഊറ്റിയെടുക്കാം. അപ്പോൾ ബീഫ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല റെഡിയാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിനി ഇത് അടുപ്പിലേക്ക് മാറ്റാം. കുക്കറിലാണ് ഞാൻ ബീഫ് വേവിച്ചെടുക്കാൻ പറയാൻ മറന്നതാണ്. കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ചോറിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ചോറ് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബീഫിൻ്റെ സ്റ്റോക്കാണത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബീഫ് വേവിച്ച് വെള്ളം നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇനി നമ്മൾ ആ ബീഫ് വേവിച്ച കുക്കറിൽ തന്നെ, അത് കഴുകൊന്നും വേണ്ട, മസാലയൊക്കെ ഉണ്ടല്ലോ ബീഫിൻ്റെ ആ ഒരു മസാല വെള്ളമൊക്കെ ആയിട്ടുള്ള ആ ഒരു കുക്കറിലേക്ക് തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനുള്ള സവാളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒറ്റ വിസിൽ മതിയാവും നമുക്ക്. വിറകടുപ്പിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല കണലുണ്ടാവും അടുപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസിൽ വെച്ച് ചെയ്തെടുക്കുന്നതിനേക്കാളും വേഗത്തിൽ തന്നെ സംഭവം റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളം തളിച്ചിട്ടുണ്ട്, അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഏകദേശം ചോറ് ഇവിടെ വെന്ത് വരുന്നൊരു പാകമായിട്ടുണ്ട്, 3/4 ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാനുള്ള ആ ഒരു വേവും കൂടി ഉണ്ടാവും. അപ്പോൾ മുഴുവനായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട. അപ്പോൾ നമുക്ക് കുക്കറിൽ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ബീഫ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് പകുതി ചെമ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആദ്യം ചോറ് പകുതിയോളം അതിൽ വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബീഫ് മസാല പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി കലക്കി വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ആ ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കാരണം ആ ഒരു കളറൊക്കെ ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഒരു കളറൊന്നും ചേർക്കുന്നില്ല. പകുതി മസാല ഇതിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ മല്ലിയില, കുറച്ച് സവാളയും കാഷ്യൂ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മേലിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചോറ് ഇതിൻ്റെ മേലിലേക്ക് ഇടാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള മസാലയും കൂടി ഇട്ടിട്ട് വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ദം ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മസാല മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രേവിയോട് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കുഴഞ്ഞ രൂപത്തിലായിട്ട് നല്ലൊരു ഗ്രേവിയോട് കൂടി തന്നെ നമ്മുടെ ബിരിയാണി റെഡിയായി കിട്ടും, ഡ്രൈ അല്ലാത്ത രീതിയിൽ. അങ്ങനെയാണല്ലോ നല്ലൊരു മസാല കുഴഞ്ഞ രൂപത്തിൽ വേണമല്ലോ നമുക്ക് ബിരിയാണി എപ്പോഴും കിട്ടേണ്ടത്. അല്ലാണ്ട് മസാല ഇല്ലാണ്ട് ബിരിയാണി എന്ത് രസമല്ലേ, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫിനിഷാക്കി എടുക്കുക. ആ മല്ലിയില ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ മേലിൽ മൂടി വെച്ചിട്ട് കണലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ആ ഒരു ബിരിയാണിക്ക്, എന്ത് ഫുഡാണെങ്കിലും ബിരിയാണി ആകുമ്പോൾ പ്രത്യേകിച്ചും ദമ്മൊക്കെ ചെയ്തെടുക്കുകയല്ല, അപ്പോൾ നല്ല മണമാണ് ഈ ഒരു സമയത്ത്. ഇപ്പം തന്നെ എടുത്ത് കഴിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കണലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-30 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിറകടുപ്പിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മണവും രുചിയും ഒക്കെ ഉള്ള ബീഫ് ബിരിയാണി, ബീഫ് ദം ബിരിയാണി ഇവിടെ ഇതാ ഞാൻ ഒരു വാഴയിലയിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറക്കാതെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് അറിയിക്കുക. പതിവ് പോലെ എന്താ, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
പിന്നെ ബെല്ലൈക്കന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടന് ഓള് ഓപ്ഷന് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.